അന്തോണിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ എതിർക്കുന്നേ? അല്ലേ അന്തോണി? നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരായിരിക്കണം, അല്ലാത്തടത്ത് നമ്മുടെ മുൻ കണ്ണു വയ്ക്കില്ലല്ലോ. കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നമുക്കിത് ഉറപ്പിച്ചുകൂടെ? അങ്ങോട്ട് ചോദിക്ക്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവിടെയാ. എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷനേ ഉള്ളൂ. നമുക്ക് ആലോചിക്കാം. സുജാതയെ കണ്ണിന്റെ പിന്നെ തീർച്ചയായിട്ടും കാണണം. അപ്പോ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ മിസ്റ്റർ രവി. ഞങ്ങൾ സുജാതയുടെ വീട് വരെ ഒന്ന് പോകാം. കുട്ടിയെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. ദാറ്റ്സ് ഫൈൻ. അല്ലേ, ഞാൻ ഇരിക്കായിരുന്നു. സുജാതയൊക്കെ 10 വയസ്സിന് മൂത്തതാ അനിരുദ്ധൻ. കൂട്ടുകാരന് സംബന്ധമാവാൻ പോകുന്നു. അവൻ അതേപ്പറ്റി വല്ല ചിന്തയും ഉണ്ട്. ഒരു ദിവസം ഒരു പന്തലി വെച്ച് അവന്റെ ഉടപ്പറന്നോടെയും കല്യാണം നടത്തണമെന്നായിരുന്നു എന്റെ മോഹം. പറഞ്ഞിട്ടെന്താ? അനിരുദ്ധന് ഒരു പെണ്ണിനെ മുത്തശ്ശീനെ കണ്ടുപിടിക്ക്. നമുക്ക് ഒരു പന്തലി വെച്ച് നടത്താമല്ലോ. നോക്കണേ, നമ്മുടെ ഇടയിൽ ഒരു ഡെലിക്കസിയുടെ പ്രശ്നമില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ഞാൻ അത് ഫ്രാങ്കായിട്ട് പറയുകയും ചെയ്തു. നിന്നിൽ നിന്നും ഞാനും അതാ പ്രതീക്ഷിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇതൊരു നല്ല ആലോചനയാണ്. നിങ്ങൾ തമ്മിൽ ചേരുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ നീലിമയെ കുറിച്ച് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു എതിരഭിപ്രായം തോന്നേണ്ട കാര്യവുമില്ല. എന്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അവരുടെ മനസ്സിൽ എന്താണെന്ന് കൂടെ അറിയണ്ടേ? വെൽ, ഞാനത് അന്വേഷിച്ചു. അവൾക്ക് ഇവന്റെ അടുത്ത് കടുത്ത ആരാധന അങ്ങനെയൊന്നുമില്ല. ബട്ട് ഷീ ലൈക്സ് യു. എങ്കിൽ എന്തോന്നെങ്കിൽ തിരുനാവുകൊണ്ടങ്ങ് തുറന്ന് പറഞ്ഞാട്ട്. എങ്കിൽ പിന്നെ നല്ല കാര്യങ്ങൾ വൈകിക്കുന്ന എന്തിനാ? അല്ലേ സാറേ? ശരിയാ. എല്ലാവരും ഉണ്ടല്ലോ, നമ്മളെത്തി. നല്ല സമയത്താണല്ലോ പയ്യയുടെ വരവ്. ഒരു മംഗളകർമ്മം തീരുമാനിച്ചില്ലയോ? സ്മോള് വേണ്ടേ? പിന്നെ കാശ് തരൂ, നമ്മൾ പോയി വാങ്ങിട്ട് വരാം. ഇത് നമ്മൾക്ക് നല്ലവണ്ണം ആഘോഷിക്കണം. കമ്മത്തി ഭഗവാൻ, നമ്മൾ പല പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കമ്മത്തിയല്ല പയ്യാണ്. പൈ ഒന്ന് പറഞ്ഞു വാടേ. ഈ വാ എടോ കമ്മത്തി, ഞാൻ പറയുന്ന കേക്ക്. നമ്മുടെ 2 പിള്ളേരുടെയും കല്യാണമാണ്. പപ്പടത്തിന്റെയും ലഡുവിന്റെയും മിസ്റ്ററിന്റെയും ജിലേബിയുടെയും ആർഡർ അങ്ങനെ പിടിച്ചു. അങ്ങനെയെങ്കിലും തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും തന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ.